എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പ്രത്യേക വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനൊക്കെ ചെറിയ പ്രായം തൊട്ടേ സിനിമ കാണുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നല്ല സിനിമകൾ ആസ്വദിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. എന്നാലും കൂടെ എല്ലാവർക്കും ഉള്ളതുപോലെ ഇഷ്ടമുള്ള ഒരു താരം എല്ലാവർക്കും ഉണ്ടാവും, ഇഷ്ടമുള്ള ഒരു നായക നടൻ ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മമ്മൂട്ടി ഫാനാണ്. മമ്മൂട്ടി ഫാൻ എന്നതിലുപരി നല്ല സിനിമകൾ നല്ലത് എന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. എൻ്റെ ഈ ചാനലിൽ ഞാൻ പല റിവ്യൂസ് ഇട്ട സമയത്തൊക്കെ അത്യാവശ്യം ആവറേജ് അനുഭവം ഉള്ള സിനിമകൾക്ക് പോലും ഞാനൊരു മോശം എന്നുള്ള രീതിയിലൊന്നും സംസാരിക്കാറില്ല. അത്യാവശ്യം എനിക്ക് പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഡെപ്ത് ആയിട്ടുള്ള സിനിമകളൊന്നും വേണ്ട. എനിക്ക് അത്യാവശ്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമകളൊക്കെ ഞാൻ നല്ല രീതിയിൽ ആസ്വദിക്കും. പല ആളുകളും ഒട്ടും ഇഷ്ടമല്ലാതെ കാണുന്ന സിനിമകൾ പോലും ഞാൻ ഒരു പക്ഷേ നല്ല രീതിയിൽ ആസ്വദിക്കും. അതൊരു പക്ഷേ എൻ്റെ ആസ്വാദനം ആ ഒരു തലത്തിലായതുകൊണ്ടായിരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മമ്മൂട്ടി ഫാൻ ആണെങ്കിലും കൂടെ മറ്റുള്ള നായകന്മാരുടെ നല്ല സിനിമകളും നല്ലത് എന്ന് തന്നെ പറയാറുണ്ട്. എന്നാലോ മമ്മൂട്ടിയുടെ മോശം സിനിമകൾ കാണുന്ന സമയത്ത് അത് മോശം അല്ല എന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല. മമ്മൂട്ടിൻ്റെ മോശം സിനിമകളൊക്കെ മോശം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് മോശം എന്നുള്ള രീതിയിൽ പല ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല സിനിമകളെ നല്ലതെന്ന് കാണാനും മോശം സിനിമകളെ മോശം എന്ന് പറയാനും ഞാൻ എന്നും ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ കുറേ കാലമായിട്ട് ഒരു തരം എല്ലാ മേഖലയിലും ഉള്ളതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും മറ്റുള്ള മേഖലയിലും ഒക്കെ ഉള്ളതുപോലെ തന്നെ ഇപ്പോൾ സിനിമയിലും അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയവും അനാവശ്യമായിട്ടുള്ള വർഗീയതയും കുത്തിക്കയറ്റി പലതരത്തിലുള്ള മോശം കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരു വർഗീയ ചുവയുള്ള സംസാരവും വർഗീയ ചുവയുള്ള ഒരു ചേരിതിരിവും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണാനിടയായി. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നല്ല സിനിമകൾ നല്ലത് എന്ന് തന്നെ പറയാറുണ്ട്. പക്ഷെ ഒരു കൂട്ടം ആളുകളുണ്ട്, അവരിഷ്ടപ്പെടാത്ത താരങ്ങളുടെ സിനിമകൾ അത് എത്ര നല്ലതാണെങ്കിലും അതിനെ ഡിഗ്രേഡ് ചെയ്യുക, അത് മോശമാണെന്ന് സംസാരിക്കുക, അതൊരു മോശം പ്രവണത തന്നെ. നേരെ മറിച്ച് മോശം സിനിമയാണെ കുഴപ്പമില്ല, മോശം സിനിമയാണെ മോശം എന്ന് തന്നെ പറയാം, അതിനൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ നല്ല സിനിമകളെ നല്ലത് എന്നും മോശം സിനിമകളെ മോശം എന്നും കാണാൻ സാധിക്കണം. പക്ഷെ ഇപ്പം ഉണ്ടാകുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ആ ഒരു ലെവലിൽ ഒരു മോശം നല്ല സിനിമ എന്നതിനപ്പുറത്തേക്ക് ആളുകളെ, പ്രത്യേകിച്ച് സിനിമയിൽ അഭിനയിച്ച നായകൻ്റെ, സിനിമ സംവിധാനം ചെയ്ത സംവിധായകൻ്റെ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിച്ച നായികയുടെ ഇവരുടെ മതവും പേരും നോക്കി ജാതി നോക്കി അങ്ങനെ വർഗീയത സംസാരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടു. ഞാൻ ഈ വീഡിയോൻ്റെ ക്യാപ്ഷൻ തന്നെ കൊടുത്തത് ഉണ്ണിമുകുന്ദൻ്റെ ടോക്സിക് ഫാൻസ് എന്നാണ്. കാരണം ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള ഫാൻസ് ഉണ്ണിമുകുന്ദൻ്റെ ഫാൻസാണ്. അത്ര പോലും ടോക്സിക് അല്ല മോഹൻലാൽ ഫാൻസോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും നടന്മാരുടെ ഫാൻസോ ഒന്നും. ഞാൻ എല്ലാവരെയും അങ്ങനെ എടുത്തു പറയുന്നില്ല, എന്നാലും മമ്മൂട്ടി ഫാൻസിലും ഉണ്ട് കുറച്ച് ടോക്സിക് ആയിട്ടുള്ള ആളുകൾ. ഇതൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ എന്ന മാധ്യമത്തിൻ്റെ അപ്പുറത്തേക്ക് സിനിമയിൽ അഭിനയിക്കുന്ന നായകൻ്റെ അല്ലെങ്കിൽ സിനിമ സംവിധാനം ചെയ്ത ആളുടെ മതം നോക്കി അയാളുടെ രാഷ്ട്രീയം നോക്കി ഇടപെടൽ നടത്തുമ്പോൾ സിനിമയായിട്ട് കാണാൻ ശ്രമിച്ച് നോക്കിക്കൂടെ? എന്നാൽ ഇത്തരം വർഗീയമായിട്ടുള്ള കമൻറ്റുകളും ഇത്തരം വർഗീയമായ ചിന്താഗതി ഒന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതൊക്കെ വളരെ മോശപ്പെട്ടൊരു സംഗതിയാണെന്നുള്ളത് യാതൊരു അഭിപ്രായവുമില്ല. എന്തിനാണ് വെറുതെ അഭിനയിച്ച നായകൻ്റെ മതം നോക്കി അയാൾ അഭിനയിച്ച ആ സിനിമ സംവിധാനം ചെയ്ത നടൻ്റെ സംവിധായകനെ നോക്കി ഇപ്പം അടുത്ത് വന്നിട്ടുള്ളൊരു ഒരു ടേമാണ് മട്ടാഞ്ചേരി മാഫിയ. എന്തിനാണ് ഇത്തരം ടേമുകളൊക്കെ ഉപയോഗിച്ച് ഇത്തരം ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു തരം സിനിമ ആരാധന അല്ലെങ്കിൽ താരാരാധന കൊണ്ട് നടക്കുന്നത്? അതിന് മുൻപന്തിയിലുള്ളത് ഈ ഉണ്ണിമുകുന്ദൻ ഫാൻസ് ആണെന്നുള്ളത് ഞാൻ എവിടെയും പറയും. കാരണം അവർ പറയുന്നത് മമ്മൂട്ടി ഫാൻസോ അല്ലെങ്കിൽ മറ്റുള്ള ഫാൻസോ ചേർന്നിട്ട് അവരെ വർഗീയമായി ആക്രമിക്കുന്നു എന്നാണ്. ഇതിനെന്തെങ്കിലും നമ്മൾ മറുപടി കൊടുക്കാനോ എന്തെങ്കിലും ഒരു നല്ല രീതിയിൽ ഒരു കാര്യം പറഞ്ഞാൽ പോലും നമ്മളെ നെഞ്ചത്ത് കയറുന്ന നമ്മളെ ഒരു വർഗീയ വാദിയാക്കി മാറ്റുന്ന രീതിയിലുള്ള കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇവർ തരുന്നത്. എന്തിനതിൻ്റെ ആവശ്യം എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. സിനിമയായിട്ട് തന്നെ കണ്ടൂടെ? രാഷ്ട്രീയമായിട്ടും മതമായിട്ടും ഈ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കുറച്ചൊരു 10 വർഷത്തിൻ്റെ ഇടയിലാണ് ഇത്രത്തോളം ഈ മതപരമായിട്ട് എല്ലാത്തിലും മതത്തെ തള്ളിക്കയറ്റി എല്ലാത്തിലും വർഗീയത കാണുന്ന രീതിയിലേക്ക് നമ്മുടെ നാട് മാറിക്കഴിഞ്ഞത്.
ഈ ഒരു പ്രവണത ഒഴിവാക്കി നല്ല സിനിമയെ നല്ലതായിട്ട് കാണാൻ ശ്രമിക്കുക. മോശം സിനിമ മോശം തന്നെ പറഞ്ഞോ. ഈ ഹെയ്റ്റ് ക്യാമ്പയിൻ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്ന രണ്ട് താരങ്ങൾ, ഒന്ന് മമ്മൂട്ടി ഒന്ന് മോഹൻലാലുമാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഈ അടുത്ത കാലത്ത് അതിലേക്ക് ഉണ്ണിമുകുന്ദൻ എത്തിപ്പെട്ടു. അത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു മമ്മൂട്ടി സിനിമ ഇറങ്ങുന്ന സമയത്ത് ഈ പറയപ്പെട്ട മോഹൻലാൽ ഫാൻസും ഉണ്ണിമുകുന്ദൻ ഫാൻസും, ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഞാൻ മനസ്സിലാക്കിയതാണ്, ഇനി അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഈ മോഹൻലാൽ ഫാൻസിൽ നല്ലൊരു ശതമാനം പേരും ഉണ്ണിമുകുന്ദനെ പിന്തുണയ്ക്കുന്ന ഫാൻസ് കൂടിയാണ്. അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ ഫാൻസിൽ നല്ലൊരു ശതമാനം മോഹൻലാൽ ഫാൻസ് കൂടിയാണ്. അതിൽ അവർ കണ്ടെത്തിയ മാനദണ്ഡം ഒരിക്കലും ആ നായകന്റെ അല്ലെങ്കിൽ ആ നടന്റെ കഴിവല്ല, ആ നടന്റെ ജാതിയും ആ നടന്റെ മതവുമാണ്. സത്യസന്ധമായിട്ട് പറയാലോ, ഉണ്ണിമുകുന്ദൻ ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഫാൻസിൽ ഒരു 50% പണ്ട് മുതലേ അത്യാവശ്യം നല്ല രീതിയിൽ ലേഡീസ് ഫാൻസ് ഉള്ള, ഗേൾസ് ഫാൻസ് ഉള്ള ഒരു നായക നടനായിരുന്നു ഉണ്ണിമുകുന്ദൻ. പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് ഉണ്ണിമുകുന്ദൻ ഏറ്റവും കൂടുതൽ ഫാൻസ് വന്ന് ചേർന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളും അദ്ദേഹത്തിന്റെ മതവും നോക്കിയിട്ടാണ്. ഇത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. അതിന് അല്ലാന്ന് എത്ര വാദിച്ചാൽ പോലും അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ മമ്മൂട്ടിക്കോ മോഹൻലാലിനോ മുമ്പുള്ള നായക നടന്മാർക്കോ അങ്ങനെ അല്ലായിരുന്നു. അവരുടെ അഭിനയവും അവരുടെ പ്രതിഭയും നോക്കിയിട്ട് തന്നെയായിരുന്നു പലരും ഇഷ്ടപ്പെട്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മമ്മൂട്ടി ഫാൻ ആയത്, ഞാൻ ചെറുപ്പം തൊട്ടേ കണ്ട് നല്ല സിനിമകളൊക്കെ മമ്മൂട്ടി സിനിമകളായിരുന്നു. അതുകൊണ്ട് ഞാനൊരു മമ്മൂട്ടി ഫാനായി മാറി. അത് ഇന്നും അങ്ങനെ തന്നെയാണ്, അതിലൊരു മാറ്റവും ഇല്ല. പക്ഷെ എന്ന് കരുതി ഞാൻ ഈ പറയപ്പെട്ട ഉണ്ണിമുകുന്ദനെ മാർക്കോയും മാളികപ്പുറവും തുടങ്ങിയ ഉണ്ണിമുകുന്ദനെ നല്ല സിനിമകൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഉണ്ണിമുകുന്ദൻ സിനിമകൾ നല്ലതാണെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. ഉണ്ണിമുകുന്ദൻ്റെ മല്ലു സിംഗ് ഞാൻ നല്ല രീതിയിൽ ആസ്വദിച്ച് കണ്ടിട്ടുള്ള സിനിമയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നല്ല സിനിമകൾ നല്ലത് എന്ന് തന്നെ പറയും. അവിടെ നടൻ്റെ ജാതിയോ നടൻ്റെ മതമോ നടൻ്റെ രാഷ്ട്രീയമോ നോക്കിയിട്ട് ഞാൻ നിലപാടെടുക്കാറില്ല. രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ സുരേഷ് ഗോപിൻ്റെ സിനിമകൾക്കൊക്കെ നെഗറ്റീവ് പറഞ്ഞേ പറ്റൂ. ഞാൻ എവിടെയും സുരേഷ് ഗോപിൻ്റെ ഒരു സിനിമകൾക്ക് പോലും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിലെ രാഷ്ട്രീയക്കാരനെ ഏതൊക്കെ തരത്തിൽ വിമർശിക്കാൻ പറ്റുമോ ആ തരത്തിലൊക്കെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം എന്ന നടനെ ഒരിക്കലും വിമർശിച്ചിട്ടില്ല. ഈ അടുത്ത ദിവസം പോലെ അദ്ദേഹത്തിന്റെ FIR-ഉം അദ്ദേഹത്തിന്റെ സത്യമേവ ജയതയും അദ്ദേഹത്തിന്റെ ഭരത്ചന്ദ്ര APS ഒക്കെ ഞാൻ കണ്ടിട്ടുള്ള ആളാണ്. ഞാൻ റിപ്പീറ്റ് ആയിട്ട് കാണുന്ന സിനിമകളാണ് ഈ FIR-ഉം പിന്നെ ക്രൈം ഫയലും ഭരത്ചന്ദ്ര APS-ഉം തുടങ്ങിയിട്ടുള്ള സുരേഷ് ഗോപി സിനിമകൾ, ചിന്താമണി കൊലക്കേസ് പോലുള്ള സുരേഷ് ഗോപി സിനിമകൾ, മോഹൻലാലിന്റെ പഴയകാല സിനിമകൾ റിപ്പീറ്റ് ആയിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അതിൽ വിയറ്റ്നാം കോളനി ഉണ്ട്, അതിൽ തെന്മാവിൻ കൊമ്പത്തുണ്ട്, അതിൽ ഹലോ ഉണ്ട്, ചോട്ടാ മുംബൈ ഉണ്ട്. ഈ അടുത്ത ദിവസവും ഞാൻ ചോട്ടാ മുംബൈ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിഷ്ടമുള്ള സിനിമകൾ ഞാൻ ആരുടെ രാഷ്ട്രീയം നോക്കിയിട്ടോ അയാളുടെ മതം നോക്കിയിട്ടോ ഒന്നല്ല ഞാൻ കാണാൻ ശ്രമിക്കാറുള്ളത്. പക്ഷെ അത്തരത്തിലുള്ളൊരു സംസ്കാരം ഇപ്പം നമ്മുടെ കേരളത്തിൽ അത് വളർന്നു കഴിഞ്ഞു. അപ്പോൾ അത് മാറ്റിയെടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തിനാണ് വെറുതെ അത്തരത്തിലേക്കുള്ളൊരു സംസാരത്തിലേക്കും അത്തരത്തിലേക്കുള്ളൊരു കമ്പാരിസണിലേക്കും പോകുന്നത്? നല്ല നടൻ എന്ന് തന്നെ പറയണം, നല്ല സിനിമകൾ എന്ന് തന്നെ പറയണം. അവരുടെ മതം നോക്കി, അവരുടെ ജാതി നോക്കി, അവരുടെ രാഷ്ട്രീയം നോക്കി ഇടപെടാതിരിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം, ഉണ്ണിമുകുന്ദൻ ഒരു സൂപ്പർ സ്റ്റാർ ആണോ? ഉണ്ണിമുകുന്ദൻ യഥാർത്ഥത്തിൽ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടുണ്ടോ? ഈ പറയപ്പെട്ട ഉണ്ണിമുകുന്ദൻ ടോക്സിക് ഫാൻസ് എന്ന് പറയപ്പെടാവുന്ന ആ ഒരു ഫാൻസ് ഉണ്ണിമുകുന്ദൻ ഒരു വലിയ സൂപ്പർ സ്റ്റാർ ആക്കിയും ഉണ്ണിമുകുന്ദന് മുമ്പ് വന്നിട്ടുള്ള പൃഥ്വിരാജും കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിൽ അടക്കമുള്ള നല്ല സ്റ്റാറുകളെ ഒക്കെ ഒരു സാധാരണ ഒരു നടനാക്കിയൊക്കെയാണ് കമ്പാരിസൺ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു കമന്റ് കണ്ടു, പൃഥ്വിരാജ് ശ്രമിച്ച് പരാജയപ്പെട്ട സൂപ്പർ സ്റ്റാർ പട്ടം ഉണ്ണിമുകുന്ദൻ കൊണ്ടുപോയത്രേ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? പൃഥ്വിരാജ് ഒന്നും ഉണ്ടാക്കി വെച്ച ആ ഒരു ബെഞ്ച് മാർക്കൊന്നും ഉണ്ണിമുകുന്ദന് നിലവിലായിട്ടില്ല. ഇനി ആവട്ടെ, നല്ല നടന്മാർ ഇനിയും വരട്ടെ, മുമ്പോട്ട് ഇനി നല്ല സിനിമകൾ വന്നിട്ട് ഉണ്ണിമുകുന്ദനും മലയാളത്തിൽ നല്ലൊരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കിയെടുക്കട്ടെ. അത് തന്നെയാണ് വേണ്ടത്. മലയാള സിനിമ വളരട്ടെ, മലയാള നടന്മാരും വളരട്ടെ. പക്ഷെ പൃഥ്വിരാജൊക്കെ ഉണ്ടാക്കിയെടുത്ത്, ഫഹദ് ഫാസിലൊക്കെ ഉണ്ടാക്കിയെടുത്തൊരു ആ ഒരു ഓളം, ആ ഒരു ബെഞ്ച് മാർക്ക്, ആ ഒരു അത്രയും ഡെപ്തുള്ള കഥാപാത്രങ്ങളൊന്നും ഉണ്ണിമുകുന്ദൻ ചെയ്തിട്ടില്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പൃഥ്വിരാജിനേക്കാളും മികച്ച നടനാണ് ഉണ്ണിമുകുന്ദൻ എന്നൊക്കെ നിങ്ങൾ അങ്ങ് വെച്ച് കാച്ചുന്നത്? ഞാനിത് വെറുതെ പറയുന്നില്ല. നമുക്ക് ഉദാഹരണ സഹിതം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം.
അപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ സിനിമകൾ 46 സിനിമകളാണ് അദ്ദേഹം നായകനായും സഹനടനായിട്ടും വില്ലനായിട്ടും അങ്ങനെ പല വിധത്തിലും വന്നിട്ടുള്ളത്. ഇതിലൊരു ക്ലീൻ ഹിറ്റ്സ് എന്ന് പറയാൻ ഉണ്ണിമുകുന്ദൻ ഉണ്ടായിട്ടുള്ള ഈ 46 സിനിമകളിൽ അദ്ദേഹം നായകനായി വന്നിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം പ്രധാന കഥാപാത്രങ്ങളായി വന്നിട്ടുള്ള സിനിമകളിൽ ക്ലീൻ ഹിറ്റായിട്ട് വന്നിട്ടുള്ള സിനിമകൾ എന്ന് പറയുന്നത് ഒന്ന് മല്ലു സിംഗ്, വിക്രമാദിത്യൻ, ഫയർമാൻ, ജനതാ ഗാരേജ്, മാസ്റ്റർ പീസ്, മാളികപ്പുറം, മാർക്കോ. ഇതിൽ വിക്രമാദിത്യൻ, ഫയർമാൻ, ജനതാ ഗാരേജ്, മാസ്റ്റർ പീസ് ഇതിൽ മൂന്നിലും ഉണ്ണിമുകുന്ദൻ നടൻ പോലും അല്ല, പ്രധാന നായകനല്ല. മല്ലു സിംഗിലും നായക നടൻ ആണെങ്കിലും കൂടെ തുല്യമായ റോളിൽ പിന്നെ കുഞ്ചാക്കോ ബോബനും ഉണ്ട്. അപ്പോൾ അതൊരു മൾട്ടി സ്റ്റാർ ചിത്രം. അപ്പം ഉണ്ണിമുകുന്ദൻ്റെ പേരിലുള്ള സ്വന്തം ഹിറ്റുകൾ എന്ന് പറയുന്നത് മാളികപ്പുറവും മാർക്കോയും മാത്രം. ഒരു പരിധി വരെ പിന്നെ ആ സിനിമയുടെ പേര് ഞാൻ മറന്നു, സിനിമയുടെ പേര് അതല്ല ഞാൻ മറന്നു. ഒരു ഇടക്കാലത്ത് ഇറങ്ങിയ ഒരു സിനിമ ഉണ്ടായിരുന്നു, ഈ പിന്നെ ജയഗണേഷിൻ്റെയും പിന്നെ മാളികപ്പുറത്തിൻ്റെ ഒക്കെ മുമ്പ് ഇറങ്ങിയ ഒരു സിനിമ, ഞാനതിൻ്റെ പേര് മറന്നു. അതും ചെറിയ അത്യാവശ്യം മോശമല്ലാത്തൊരു ആവറേജ് ഹിറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഒരു ക്ലീൻ ഹിറ്റ് അല്ലെങ്കിൽ നല്ലൊരു ക്രൗഡ് പുള്ളർ ആയിട്ടുള്ള സിനിമകൾ എന്ന് പറയുന്നത് മാർക്കോയും മാളികപ്പുറമാണ്. ഇതിൽ ഈ മാളികപ്പുറം എന്നുള്ള സിനിമ ഇറങ്ങിയതിന് ശേഷം അതിന് തൊട്ട് മുമ്പുള്ള ചില രാഷ്ട്രീയ നിലപാടുകളും ഇതൊക്കെയാണ് ഉണ്ണിമുകുന്ദനെ രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും വലിയൊരു ഫാൻസിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ നടൻ അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ എന്ന സ്റ്റാറിന് കിട്ടേണ്ട ആരാധകരെക്കാൾ കൂടുതൽ ഉണ്ണിമുകുന്ദൻ എന്ന രാഷ്ട്രീയക്കാരനും ഉണ്ണിമുകുന്ദൻ എന്ന പിന്നെ ഹിന്ദുമത വിശ്വാസിക്കും ലഭിച്ച പിന്നെ ഫാൻസ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്. അല്ല നിങ്ങൾ എത്ര പറഞ്ഞ് ബാധിച്ചാൽ അതാണ് സത്യം. അതിന് അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കൃത്യമായ രാഷ്ട്രീയ നിലപാടിലുള്ള ആളല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഏതെങ്കിലും ഒരു പിന്നെ കൃത്യമായ ഒരു പിന്നെ മതത്തിൻ്റെ ആരാധകനാണെങ്കിലും കൂടെ ഒരു മതത്തിൽ ആരാധിക്കുന്ന ആളാണെങ്കിലും കൂടെ അദ്ദേഹം അത്തരം ഒരു ചായ്വ് പൊതുവെ കാണിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് ഷാഫി പറമ്പിൽ MLA. അത് ഷാഫിയും പറഞ്ഞിട്ടുണ്ട്, ഉണ്ണിമുകുന്ദനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പോലും കാണിക്കാത്ത അത്തരം ഒരു വർഗീയ വേർതിരിവ് അദ്ദേഹത്തിൻ്റെ ഫാൻസ് കാണിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം ഇനി നേരത്തെ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം പിന്നെ നായകനായിട്ട് ഇത്രയും കുറച്ച് സിനിമയിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. ഇനി ഉണ്ണിമുകുന്ദനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു മികച്ച നടൻ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആക്ടർ, എല്ലാ കാര്യങ്ങളും എല്ലാ റോളുകളും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറാണെന്ന് ഈ പറയപ്പെട്ട ഉണ്ണിമുകുന്ദൻ ഫാൻസിലെങ്കിലും തോന്നിയിട്ടുണ്ടോ? അപ്പോൾ ഉണ്ണിയുടെ പോസിറ്റീവ് പറയുന്നത്, ഞാൻ കണ്ട പോസിറ്റീവ് പറയുന്നത് ആക്ഷനും സ്ക്രീൻ പ്രസൻസുമാണ്. അദ്ദേഹത്തിനോളം ആക്ഷൻ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു നടൻ ഇന്ന് മലയാളത്തിൽ ഇല്ലാന്ന് തന്നെ പറയാം. അത്രയും നല്ല രീതിയിലാണ് അദ്ദേഹം ആക്ഷൻ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫിസിക്ക്, നല്ല ആക്ഷൻ സിനിമകൾ ചെയ്യാൻ പറ്റിയ ഫിസിക്കാണ്. പിന്നെ സ്ക്രീൻ പ്രസൻസ്, അദ്ദേഹത്തിൻ്റെ ശരീരവും അദ്ദേഹത്തിൻ്റെ ഒരു ബോഡിയും അദ്ദേഹത്തിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ക്രീൻ പ്രസൻസ് ആണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. ഇതിനപ്പുറത്തേക്കൊരു നായകൻ എന്നുള്ള നിലയ്ക്ക് ഒരു പിന്നെ അത്യാവശ്യം സെന്റിമെന്റൽ റോളുകൾ കൈകാര്യം ചെയ്യാൻ ഉണ്ണിമുകുന്ദന് സാധിക്കുന്നുണ്ടോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. ഡയലോഗ് ഡെലിവറി വളരെ മോശം ഡയലോഗ് ഡെലിവറിയാണ്. അദ്ദേഹത്തിൻ്റെ സൗണ്ട് മോഡുലേഷന് പറ്റിയ ഡയലോഗ് ഡെലിവറി, നല്ല പവർഫുൾ ആയിട്ടുള്ള ഡയലോഗ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദി കിങ്ങിലും മമ്മൂട്ടി പറയുന്നത് പോലെ, പിന്നെ ഭരചന്ദ്രൻ IPSലും കമ്മീഷണറിലും ഒക്കെ സുരേഷ് ഗോപി പറയുന്നത് പോലെ, പിന്നെ നരസിംഹത്തിൽ മോഹൻലാൽ പറയുന്നത് പോലെ, എന്തിനാണ് ജനഗണമനയിൽ പൃഥ്വിരാജ് പറഞ്ഞതുപോലെ പോലും ശക്തമായ ഡയലോഗുകൾ പറയാനുള്ള ഒരു സൗണ്ട് മോഡുലേഷനോ ഒരു പിന്നെ ഡയലോഗ് ഡെലിവറി കഴിവോ ഉണ്ണിമുകുന്ദനുണ്ടോ? ഇതൊന്നും അദ്ദേഹത്തിന് വലിയ നെഗറ്റീവായിട്ട് പറയല്ല. നിങ്ങൾ വലിയ നടനാണ്, വലിയ സൂപ്പർ സ്റ്റാർ ആണെന്നൊക്കെ എടുത്ത് ഇങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ട്. ഇതേ ആളുകൾ തന്നെ കുറെ കഴിയുമ്പോൾ എടുത്ത് താഴെ ഇടും. അതാണ് മലയാളിയുടെ പൊതുശീലം. ഈ പൊക്കി വെച്ചിട്ടുള്ള ആൾ തന്നെ എന്ത് ചെയ്യും? ആളുകൾ തന്നെ കുറെ കാലം കഴിയുമ്പോൾ എടുത്ത് താഴെ ഇടും. അത് പല എക്സാമ്പിളും ഉണ്ട് ഈ മലയാളികളുടെ കാര്യത്തിൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാർ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം. നമ്മുടെ പഴയകാല നടന്മാർ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, പിന്നെ ദിലീപ്, ഈ 5 പേരാണ് പൊതുവെ സൂപ്പർ സ്റ്റാറുകൾ. മലയാളത്തിലെ എണ്ണം പറഞ്ഞ സൂപ്പർ സ്റ്റാറുകളായിട്ട് കണക്കാക്കപ്പെടുന്നത് ഈ 5 പേരാണ്. 6ാമതൊരു സൂപ്പർ സ്റ്റാർ ഇതുവരെ ആയിട്ടില്ല. ഉണ്ടോ? 6ാമതൊരു സൂപ്പർ സ്റ്റാർ ഇതുവരെ ആയിട്ടില്ല. ഈ 5 പേരും
അവരുണ്ടാക്കിയെടുത്ത സൂപ്പർ സ്റ്റാർ പട്ടം ഏതെങ്കിലും ഒരു സിനിമ അല്ലെങ്കിൽ ഏതെങ്കിലും 1-2 സിനിമ ഒരു സുപ്രഭാതത്തിൽ വിജയിച്ചത് കൊണ്ട് അവർ സ്വയം ഉണ്ടാക്കിയെടുത്തതാണോ? അല്ല. അവർ കാലങ്ങളായിട്ട് 30-40 വർഷങ്ങളായിട്ട് സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് 10-15-20 വർഷം തുടർച്ചയായ ഹിറ്റുകൾ മലയാളത്തിൽ സമ്മാനിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്ത് എല്ലാ തരത്തിലുള്ള റോളുകളും ചെയ്ത് കോമഡിയും ആക്ഷനും പിന്നെ സെന്റിമെന്റ്സും അഭിനയ പ്രാധാന്യമുള്ള റോളുകളും എല്ലാം ചെയ്തിട്ട് അവരുണ്ടാക്കിയെടുത്തൊരു ഇമേജാണ് സൂപ്പർ സ്റ്റാർ ഇമേജ്. അല്ലെങ്കിൽ അല്ലാതെ ആരെങ്കിലും ചാർത്തി കൊടുത്തതല്ല. അവർ സൂപ്പർ സ്റ്റാർ ആയത് ജനങ്ങളുടെ ഇടയിലാണ്, അവരുടെ ഫാൻസിന്റെ ഇടയിൽ മാത്രമല്ല. അവർ സൂപ്പർ സ്റ്റാർ ആയത് സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ഓഡിയൻസിന്റെ ഇടയിൽ കൂടെയാണ്. മമ്മൂട്ടി സൂപ്പർ സ്റ്റാർ ആയത് മമ്മൂട്ടി ഫാൻസിന്റെ ഇടയിൽ മാത്രമല്ല, മോഹൻലാൽ സൂപ്പർ സ്റ്റാർ ആയത് മോഹൻലാൽ ഫാൻസിന്റെ ഇടയിൽ മാത്രമല്ല. അവരുണ്ടാക്കിയെടുത്തൊരു സാമ്രാജ്യം, അവർ വർഷങ്ങളോളം കെട്ടിപ്പടുത്ത സാമ്രാജ്യം, അവർ കാലങ്ങളായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് സ്ഥിരതയോടെ ഹിറ്റുകൾ തന്നതുകൊണ്ട് മാത്രമാണ് അവർ എന്തായത് സൂപ്പർ സ്റ്റാർ ആയത്. ഒരു സുപ്രഭാതത്തിൽ 1-2 സിനിമകൾ ഹിറ്റ് ആയതുകൊണ്ട് ഒരു സൂപ്പർ സ്റ്റാർ ആവാൻ മാത്രം ഉണ്ണി മുകുന്ദൻ വളർന്നിട്ടുണ്ടോ? ഞാൻ ഒരിക്കലും ഉണ്ണി ഹേറ്റർ അല്ല, പക്ഷെ ഒരു സൂപ്പർ സ്റ്റാർ ഇമേജ് ഒക്കെ കൊടുക്കാൻ മാത്രം ഉണ്ണി വളർന്നിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇനി ഞാൻ നേരത്തെ കണ്ടൊരു കമന്റ് ഞാൻ പറഞ്ഞു, പൃഥ്വിരാജിനും മേലെയാണ് ഉണ്ണി മുകുന്ദൻ, ഫഹദിനും മേലെയാണ് ഉണ്ണി മുകുന്ദൻ, പിന്നെ ദുൽഖറിനും മേലെയാണ് ഉണ്ണി മുകുന്ദൻ, അതുപോലെ മറ്റ് പല നടന്മാർക്കും മുകളിലാണ് പിന്നെ ടോവിനോ തോമസിന് മുകളിലാണ് ഉണ്ണി മുകുന്ദൻ. എന്തൊരു ബാലിശമായിട്ടുള്ള സംസാരമാണോ ഒക്കെ. നമുക്ക് കൃത്യമായി ഡിസ്കസ് ചെയ്തു പോയാൽ നമുക്ക് പൃഥ്വിരാജിന്റെ കാര്യം തന്നെ എടുക്കാം. 100-ലധികം സിനിമകൾ മലയാളത്തിൽ നായകനായും അല്ലാതെയും 100-ലധികം സിനിമകൾ അഭിനയിച്ചിട്ടുള്ള ഒരു നായക നടനാണ് പൃഥ്വിരാജ്. അതിൽ അദ്ദേഹം നായകനായിട്ട് തന്നെയാണ് ഒട്ടുമിക്ക സിനിമകളും വന്നിട്ടുള്ളത്. വളരെ കുറച്ച് സിനിമകളാണ് അദ്ദേഹം വില്ലനായിട്ടും സഹനടനായിട്ടും ഒക്കെ വന്നിട്ടുള്ളത്. നായകനായിട്ടാണ് ഈ പറയപ്പെട്ട 100-ലധികം സിനിമകളിൽ ഒട്ടുമിക്ക സിനിമകളും വന്നിട്ടുള്ളത്. അതിൽ മികച്ച സിനിമകൾ എന്ന് പറയാൻ പറ്റിയ സിനിമകളുണ്ട്. ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും 1-2 പിന്നെ ഹിറ്റുകൾ മാത്രമല്ല, മികച്ച അഭിനയ പ്രാധാന്യമുള്ള റോളുകളും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് നോക്കാം. അനന്തഭദ്രം, ക്ലാസ്മേറ്റ്സ്, വാസ്തവം, സ്റ്റേറ്റ് അവാർഡ്, മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് നേടിയ വാസ്തവം, ഉറുമി, ഈ അയാളും ഞാനും തമ്മിൽ, അതിലും സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് മികച്ച നടനുള്ള. മുംബൈ പോലീസ്, എന്നും നിന്റെ മൊയ്തീൻ, ജനഗണമന, ദ ഗോട്ട് ലൈഫിനും അദ്ദേഹത്തിന് മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇതുപോലെ 3 സ്റ്റേറ്റ് അവാർഡുള്ള ഒരു മികച്ച അഭിനേതാവിനെ ഉണ്ണി മുകുന്ദനായിട്ട് എങ്ങനെയാണ് നിങ്ങൾ താരതമ്യം ചെയ്യുന്നത്? മറ്റുള്ള നടന്മാരായിട്ട് പോട്ടെ, മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, അവരൊക്കെ വേറെ റേഞ്ച്. അതിൻ്റെ അടുത്ത ലെവലിലുള്ള പൃഥ്വിരാജിനായിട്ടൊന്നും താരതമ്യം ചെയ്യാൻ ഉണ്ണി മുകുന്ദൻ വളർന്നിട്ടില്ല. അതൊരു വിധത്തിലും വളർന്നിട്ടില്ല. 3 സ്റ്റേറ്റ് അവാർഡ് നേടിയ മികച്ച നല്ല സിനിമകൾ, മുംബൈ പോലീസൊക്കെ പോലുള്ള റോള് ഉണ്ണി മുകുന്ദൻ സ്വപ്നത്തിൽ ചെയ്യൂ. മെമ്മറീസിൽ പൃഥ്വിരാജ് ചെയ്തതുപോലെ റോള് ഉണ്ണി മുകുന്ദൻ സ്വപ്നത്തിൽ ചെയ്യൂ. ദ ഗോട്ട് ലൈഫിൽ പിന്നെ പൃഥ്വിരാജ് ചെയ്തതുപോലെ റോള് ഉണ്ണിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അതുപോലെ എത്രയോ സിനിമകൾ, വാസ്തവം അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമ, അയാളും ഞാനും തമ്മിൽ അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമ, ഉറുമിയിലുള്ള റോള്, അനന്തഭദ്രത്തിലുള്ള റോള്, ഇതൊക്കെ ഉണ്ണി മുകുന്ദൻ വിചാരിച്ചാൽ നടക്കുമോ? എന്നും നിന്റെ മൊയ്തീൻ്റെ സ്ഥാനത്ത് ഉണ്ണി മുകുന്ദനായിരുന്നെങ്കിൽ ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ എന്തായിരുന്നു ആ സിനിമയുടെ അവസ്ഥ. അപ്പോൾ ഒരു നായകൻ എന്ന നിലക്കോ അല്ലെങ്കിൽ ഒരു അഭിനേതാവ് എന്ന നിലക്കോ ഇനിയും ഒരുപാട് മുന്നേറാണ്ട് ഉണ്ണി മുകുന്ദന്. അതില്ലാന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മെഗാ ഹിറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ, വലിയ ഹിറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ നന്ദനം, ക്ലാസ്മേറ്റ്സ്, ചോക്ലേറ്റ്, പുതിയ മുഖം, മെമ്മറീസ്, എന്നും നിന്റെ മൊയ്തീൻ, അയ്യപ്പനും കോശിയും, ദ ഗോട്ട് ലൈഫ്, ഇതൊക്കെ വലിയ ഹിറ്റുകളായ സിനിമകളാണ്. അതുകൂടാതെ ഈ അടുത്ത് വന്ന ഗുരുവായൂരമ്പല നടയിൽ, പിന്നെ അതൊക്കെ പിന്നെ മൾട്ടി സ്റ്റാർ സിനിമകളാണ് വിചാരിക്കുക. അത് മാത്രമല്ല, ഇത് വലിയ ഹിറ്റുകൾ മാത്രമാണ്. അതായത് ക്രൗഡ് പുള്ളിങ് ആയിട്ടുള്ള സിനിമകൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. തിയേറ്ററുകൾ ആളുകളെ തള്ളി നിറച്ചിട്ടുള്ള ഒരുപാട് ദിവസങ്ങൾ പിന്നെ ഹൗസ്ഫുള്ളായി ഓടിയ സിനിമകൾ മാത്രമാണ് ഞാനിപ്പോൾ സംസാരിച്ചത്. ഈ പറഞ്ഞ നന്ദനവും ക്ലാസ്മേറ്റ്സും അതുപോലെ ചോക്ലേറ്റൊക്കെ തിയേറ്ററുകളിൽ ഉണ്ടാക്കിയ ഓളം, അതൊക്കെ ഞാനൊക്കെ ചെറിയ പ്രായത്തിൽ ശരിക്കും നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. ഇപ്പം ഉണ്ണി മുകുന്ദൻ ഉണ്ടാക്കിയ ഇതിൻ്റെ 10 ഇരട്ടി ഓളം ഉണ്ടാക്കിയ സിനിമകളാണ് ചോക്ലേറ്റും ക്ലാസ്മേറ്റ്സും ഒക്കെ. ആ പൃഥ്വിരാജിനെ, 3 സ്റ്റേറ്റ് അവാർഡുള്ള പൃഥ്വിരാജിനെ, ഇത്രത്തോളം വലിയ ഹിറ്റുകൾ മലയാളത്തിൽ സമ്മാനിച്ചിട്ടുള്ള പൃഥ്വിരാജിനെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പോയിട്ട് അദ്ദേഹത്തിന് എടുത്തെത്താൻ പോലും ഉണ്ണി മുകുന്ദൻ ആയിട്ടില്ല. ഞാൻ വീണ്ടും പറയുന്നു, അദ്ദേഹം വളരട്ടെ, ഇനിയും വളരാനുള്ള എല്ലാ മെറ്റീരിയലും ഉള്ളൊരു നടനാണ് ഉണ്ണി മുകുന്ദൻ. പക്ഷേ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടില്ല. ഇനി നമുക്ക് ഫഹദ് ഫാസിലിൻ്റെ ഒന്ന് എടുത്ത് നോക്കാം. ഫഹദ് ഫാസിൽ ആയിട്ടാണ് മറ്റൊരു കമ്പാരിസൺ ആയിട്ടുണ്ടോ? നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കി. ഫഹദ് ഫാസിലേക്ക് അഭിനയം ഏത് റേഞ്ചാണ്? ഇന്ത്യ മൊത്തം അദ്ദേഹത്തിൻ്റെ അഭിനയത്തിന് പിന്നെ അഭിനന്ദിക്കാം. അത്രത്തോളം റേഞ്ചിലുള്ളൊരു നടനെ ഉണ്ണി മുകുന്ദനായിട്ട് കമ്പാരിസൺ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്? വെറും 1-2 ഹിറ്റ് സിനിമകൾ നായകനായിട്ട് അഭിനയിച്ചപ്പോഴേക്ക്
അത്തരം ഒരു കമ്പാരിസണിലേക്ക് ഫഹദ് ഫാസിലിനൊക്കെ ആയിട്ട് പൃഥ്വിരാജായിട്ട് എങ്ങനെയാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത്? അപ്പോൾ ഫഹദ് ഫാസിലിൻ്റെ സിനിമകൾ ഡയമണ്ട് നെക്ലേസ് ഹിറ്റുകളായിട്ടുള്ള സിനിമകളായിട്ട് പറയുന്നത്. ആമേൻ, അന്നയും റസൂലും, ഒരു ഇന്ത്യൻ പ്രണയകഥ, ഇയോബിൻ്റെ പുസ്തകം, തൊണ്ടിമുതലും, ദൃക്സാക്ഷിയും, വരത്തൻ, ഞാൻ പ്രകാശൻ, കുമ്പളങ്ങി നൈറ്റ്സ്, മാലിക്, ആവേശം, ഇതൊക്കെ വലിയ ഹിറ്റായിട്ടാണ്. പിന്നെ ചെറിയ ചെറിയ ഹിറ്റുകളായിട്ടുള്ള സിനിമകൾ വേറെയുണ്ട്. ഈ സിനിമകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കുമ്പളങ്ങി നൈറ്റ്സിലൊക്കെ ഉള്ള ഒരു ക്യാരക്ടർ, അതേപോലെ അന്നയും റസൂലുള്ള ക്യാരക്ടർ, മാലിക്കിലുള്ള ക്യാരക്ടർ, ആവേശത്തിലുള്ള ക്യാരക്ടർ, പിന്നെ ഇയോബിൻ്റെ പുസ്തകത്തിലെ ക്യാരക്ടർ, ഇതൊക്കെ ഉണ്ണിമുകുന്ദന് സങ്കല്പിക്കാൻ കഴിയുമോ? നിലവിലത്തെ അവസ്ഥയിൽ സങ്കല്പിക്കാൻ കഴിയുമോ? കഴിയൂല. പിന്നെ അന്യഭാഷയിലും വേലക്കാരൻ, പുഷ്പ, വിക്രം, മാമന്നൻ, ചിലതിൽ വില്ലനായിട്ടാണെങ്കിലും കൂടെ അദ്ദേഹം ചെയ്തു വെച്ച റോളുകളാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ വലിയ ഹിറ്റായ സിനിമകളാണ് ഇതൊക്കെ. പിന്നെയും ഒരുപാട് സിനിമകളുണ്ട്, സംസാരിക്കാൻ പോയാൽ പലതും സംസാരിക്കാനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, പൃഥ്വിരാജിന് മേലെയോ ഫഹദ് ഫാസിലിൻ്റെ മേലെയോ ഒന്നും ഉണ്ണിമുകുന്ദൻ വളർന്നിട്ടില്ല. അതിന് മാത്രം വളർച്ച ഉണ്ണിമുകുന്ദൻ ആയിട്ടില്ല. അതാവട്ടെ, ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാതെ അതിനെപ്പറ്റി സംസാരിക്കാം. നിലവിൽ ഉണ്ണിമുകുന്ദൻ നല്ല നടനാണ്. അദ്ദേഹം ഇങ്ങനെ പയറ്റി തെളിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം മമ്മൂട്ടിയൊക്കെ വന്നതുപോലെ മമ്മൂട്ടിയൊക്കെ തുടക്കകാലത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്ട്രഗിൾ ചെയ്താൽ മാത്രമാണ് സുരേഷ് ഗോപിയൊക്കെ തുടക്കകാലത്ത് വില്ലനായിട്ടും പിന്നെ സഹനടനായിട്ടും ഒരുപാട് സിനിമകൾ ചെയ്തതിന് ശേഷമാണ് അദ്ദേഹത്തിന് കമ്മീഷണർ പോലെ, ഏകലവ്യം പോലെ നല്ല നല്ല ഹിറ്റുകൾ വന്ന് പതിയെ പതിയെ അദ്ദേഹം നായകനായി. പിന്നെ പതിയെ 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 നല്ല നല്ല സിനിമകൾ വന്ന് ഒരുപാട് അത് കൺസിസ്റ്റൻ്റായി ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം പോലൊരു സൂപ്പർ സ്റ്റാർ പദവി നേടിയെടുത്തത്. മോഹൻലാൽ ആയാലും ആദ്യകാലത്ത് ഒരുപാട് വില്ലൻ റോളുകൾ ചെയ്തു, മമ്മൂട്ടി ചെയ്തു, സഹനടൻ റോളുകൾ ചെയ്തു. ഇതിനൊക്കെ ശേഷമാണ് അവരൊക്കെ പയറ്റി തെളിഞ്ഞിട്ടാണ് സൂപ്പർ സ്റ്റാറുകളായത്. ദിലീപ് ആയിക്കോട്ടെ, ജയറാം ആയിക്കോട്ടെ, എല്ലാവരും പയറ്റി തെളിഞ്ഞാണ് സൂപ്പർ സ്റ്റാറുകളായത്. അല്ലാതെ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിലോ 1-2 സിനിമകൾ അഭിനയിച്ചതിന് സൂപ്പർ സ്റ്റാർ ആയതല്ല. ഇനി ഈ പറയപ്പെട്ട 5 പേര്, മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, സുരേഷ് ഗോപി, ജയറാം, ഈ പറയപ്പെട്ട 5 പേരല്ലാതെ 6ാമതൊരു സൂപ്പർ സ്റ്റാർ മലയാളത്തിൽ ഉണ്ടെങ്കിൽ അതിന് അവകാശി, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ ആവാനുള്ള കാലിബറുള്ള ഒരു നടനുണ്ടെങ്കിൽ അതിന് അവകാശി എന്ന് പറയുന്നത് പൃഥ്വിരാജാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഈ പൃഥ്വിരാജ് ചെയ്തതുപോലെയുള്ള റോളുകളോ പൃഥ്വിരാജ് ചെയ്തതുപോലുള്ള ഹിറ്റ് സിനിമകളോ പൃഥ്വിരാജ് ഉണ്ടാക്കിയെടുത്തതുപോലെ ഹിറ്റ് സിനിമകളൊന്നും ഉണ്ണിമുകുന്ദൻ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലല്ലോ. 1-2 സിനിമകളല്ല ഹിറ്റായിട്ടുള്ളൂ. അദ്ദേഹം വളരട്ടെ. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാം, അദ്ദേഹം വളരട്ടെ, വളർന്ന് നല്ലൊരു സൂപ്പർ സ്റ്റാർ ആവട്ടെ. നല്ല നല്ല നായകന്മാർ മലയാളത്തിൽ വരട്ടെ. കാലങ്ങളായിട്ട് 40-50 വർഷം പൂർത്തിയാക്കിയ മമ്മൂട്ടി, മോഹൻലാലും, സുരേഷ് ഗോപിയും ജയറാമും മാത്രം പോരാ, പുതിയ നടന്മാർ വരട്ടെ. ഇനി പോട്ടെ, പൃഥ്വിരാജ് അല്ലാതെ എത്ര നടന്മാരുണ്ട് ഈ പറയപ്പെട്ട ഉണ്ണിമുകുന്ദനേക്കാളും നല്ല നല്ല ഹിറ്റുകൾ മലയാളത്തിൽ സമ്മാനിച്ചിട്ടുള്ളത്. ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻക്ക് ആദ്യ സിനിമയിൽ ഉണ്ടാക്കിയ ഓളമൊന്നും ഈ അടുത്ത കാലത്തൊന്നും ഒരാളും മറക്കൂല. പ്രത്യേകിച്ച് ഒരു 40 വയസ്സിന് മേലുള്ള ആളുകളൊന്നും. അവരൊക്കെ ചെറുപ്പകാലത്ത് തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള സിനിമകളായിരിക്കും അനിയത്തിപ്രാവും, നിറമൊക്കെ. ഇതുപോലുള്ള ഓളൊന്നും ഉണ്ണിമുകുന്ദന് സാധിച്ചിട്ടില്ല ഇപ്പോഴും. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നിവിൻ പോളി, ടൊവിനോ തോമസ്, പിന്നെ ജയസൂര്യ, ഇവരൊക്കെ നായകന്മാരായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്ത് ഹിറ്റടിച്ച് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവർക്കൊന്നും ഇല്ലാത്തൊരു സൂപ്പർ സ്റ്റാർ മതി നിങ്ങളൊരു സുപ്രഭാതത്തിൽ ഉണ്ണിമുകുന്ദൻ തള്ളി കൊടുത്താൽ നമുക്ക് സമ്മതിച്ചു തരാൻ പറ്റുമോ? ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ആളെന്നുള്ള നിലയ്ക്ക് നമുക്ക് സമ്മതിച്ചു തരാൻ പറ്റുമോ? ഉണ്ണിമുകുന്ദനോടുള്ള ഒരു ഇഷ്ടക്കേട് ഉണ്ടായിട്ടല്ല, പക്ഷേ ഉണ്ണിമുകുന്ദനേക്കാളും ഈ പദവി അർഹിക്കുന്ന ആളുകൾ മലയാളത്തിൽ ഇപ്പം വേറെ ഉണ്ട്. ഉണ്ണിമുകുന്ദൻ ഇനിയും വളരാനുണ്ട്, വളരട്ടെ. നായകനായിട്ടും നല്ല അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ ചെയ്തും എല്ലാ തരത്തിലുള്ള വേഷങ്ങളും ചെയ്തും വളരട്ടെ ഉണ്ണിമുകുന്ദന്. എന്നാലല്ലോ സൂപ്പർ സ്റ്റാർ ഇമേജ് ഒക്കെ കൊടുക്കാൻ സാധിക്കുള്ളൂ. ഇപ്പം നിങ്ങൾ ആരാധകർക്കിടയിൽ ഒരു പക്ഷേ സൂപ്പർ സ്റ്റാർ ഇമേജ് ഉണ്ടാവും, പക്ഷേ ഈ പറയപ്പെട്ട നായക നടന്മാർ ഉണ്ടാക്കിയെടുത്തതുപോലെ സാധാരണ സിനിമാ പ്രേമികൾക്കിടയിൽ ഒരു സൂപ്പർ സ്റ്റാർ ഇമേജ് കിട്ടണമെങ്കിൽ തുടർച്ചയായി ഹിറ്റുകൾ സമ്മാനിക്കണം. കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്ഥിരതയോടെ കാലങ്ങളോളം ഒരു നായകൻ എന്ന നിലയിൽ നിലനിൽക്കാൻ പറ്റണം. എന്നാൽ മാത്രമേ സൂപ്പർ സ്റ്റാർ എന്നുള്ള ഇമേജ് ഉണ്ണിമുകുന്ദൻ കൊടുക്കാൻ പറ്റൂ. തൽക്കാലം നമുക്കൊരു ആക്ഷൻ ഹീറോ അല്ലെങ്കിൽ ആക്ഷൻ സ്റ്റാർ ഈ ഒരു പദവി അല്ലാതെ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്കൊന്നും എത്താനുള്ള കാലിബറോ അല്ലെങ്കിൽ എത്താനുള്ള ഒരു അത്തരത്തിലുള്ള സിനിമകളോ ഉണ്ണിമുകുന്ദൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇനി ചെയ്ത് വളരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അല്ലാതെ ഒരിക്കൽ നിങ്ങൾ പൃഥ്വിരാജായിട്ടോ ഫഹദ് ഫാസിലായിട്ടോ നിലവിലെ അവസ്ഥയിൽ കുഞ്ചാക്കോ ബോബനായിട്ടോ അല്ലെങ്കിൽ പിന്നെ എന്തിനേറെ പറയുന്നത് നിവിൻ പോളിയായിട്ടോ പിന്നെ ടൊവിനോ തോമസ് ആയിട്ട് പോലും നിങ്ങൾ കമ്പയർ ഇപ്പം ചെയ്യല്ലേ. അവരൊക്കെ ചെയ്തു വെച്ചത് കുറച്ചും കൂടി നല്ല ലെവലിലാണ്. അവരൊക്കെ ചെയ്തതുപോലെ കുറച്ചും കൂടെ നല്ല നല്ല സിനിമകളൊക്കെ ചെയ്ത് നല്ല ഹിറ്റുകൾ മലയാളത്തിന് ഉണ്ണിമുകുന്ദൻ സമ്മാനിക്കട്ടെ.
എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അവരൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഈ പറയപ്പെട്ട ആക്ഷൻ ഹീറോ പട്ടം നമുക്ക് അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കാം. അതുവരെ നിങ്ങൾ പിന്നെ അന്ധമായിട്ട് ആരാധിക്കുന്ന ആളുകൾക്കിടയിൽ സൂപ്പർ സ്റ്റാർ ആയി നിന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷെ സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾ അത് അംഗീകരിച്ച് തരാൻ നിലവിൽ സാധ്യതയല്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഒരു ഉണ്ണി ഹേറ്റർ അല്ല, ഞാൻ ഒരിക്കലും ഒരു പിന്നെ മറ്റു നടൻ്റെ ഹേറ്റർ അല്ല. എൻ്റെ മമ്മൂട്ടി ഫാൻ ആണെങ്കിലും കൂടെ നല്ല സിനിമകളൊക്കെ, അതായത് ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, നല്ല സിനിമകളൊക്കെ അത് എല്ലാ നടന്മാരിലും ഞാൻ കണ്ടിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുമുണ്ട്. പല നല്ല സിനിമകളും ഞാൻ റിപ്പീറ്റ് ആയിട്ട് കാണുന്നതുമാണ്. അതിലൊന്നും ഞാൻ ഫാനിസം നോക്കിയിട്ടല്ല. നമ്മൾ സിനിമ ആസ്വദിക്കുന്നത് ഒരിക്കലും ഫാനിസം നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ അവരുടെ ജാതി നോക്കിയിട്ടോ ഒന്നുമല്ല. അത്തരമൊരു ഫാനിസം ഒഴിവാക്കിയിട്ട്, അത്തരമൊരു പരിപാടി ഒഴിവാക്കിയിട്ട് നല്ല സിനിമകൾ ആസ്വദിക്കുക. മമ്മൂട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ ലോകം കണ്ട മികച്ച നടനാണ്. അദ്ദേഹത്തിനൊക്കെ ഈ വർഗീയപരമായി ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ സങ്കടം വരുന്നത്. അദ്ദേഹത്തിൻ്റെ മകനെ ആയതിൻ്റെ പേരിൽ ദുൽഖറിനെയൊക്കെ എത്ര നികൃഷ്ടമായ രീതിയിലാണ് സോഷ്യൽ മീഡിയയിലിട്ട് വലിച്ചു കീറുന്നത്. ഫാനിസത്തിൻ്റെ പേരിലാണ്, പോട്ടെ കുഴപ്പമില്ല. ഒരു മമ്മൂട്ടി ഫാൻ അല്ലെങ്കിൽ ഒരു മോഹൻലാൽ ഫാൻ, ഇനി ഉണ്ണിമൂന്തൻ മമ്മൂട്ടി ഫാൻസ് പോട്ടെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ എന്തിനാണ് ഈ മതപരമായിട്ടുള്ള രീതിയിലേക്ക് പോകുന്നത്? അത് വളരെ മോശം ഒരു ഏർപ്പാടല്ലേ. അദ്ദേഹത്തിനൊക്കെ പിന്നെ വെച്ച് ട്രോളുകളൊക്കെ ഇറക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സുഡാപ്പട്ടം വരെ ചാർത്തി കൊടുക്കുന്ന ആളുകളുണ്ട്. ആർക്ക്? തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള മമ്മൂട്ടിക്ക് ഒരു തമാശക്കാണെങ്കിലും പോലും അങ്ങനെ ഒന്നും ചെയ്യരുത് ഒരിക്കലും. എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അത് ഫാൻ ഫൈറ്റിലൂടെ തീർക്കുക. എന്തിനാണ് അതിലേക്ക് മതവും ജാതിയും രാഷ്ട്രീയവും കുത്തിക്കയറ്റുന്നത്? മോശമല്ല അതൊക്കെ. അപ്പോൾ സിനിമയായിട്ടും രാഷ്ട്രീയമായിട്ടും സ്പോർട്സായിട്ടും മതത്തെ മതമായിട്ടും ജീവിതമായിട്ടും തന്നെ കാണാൻ ശ്രമിക്കുക. വെറുതെ സിനിമയിലേക്ക് ഈ വർഗീയപരമായിട്ടുള്ള കാര്യങ്ങൾ കുത്തിക്കയറ്റിയിട്ട് ഇനി മുമ്പോട്ട് വലിയൊരു വിദ്വേഷം ഉണ്ടാക്കാതിരിക്കുക. ഇത് ഈ നിലവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മനസ്സുഖം കിട്ടുമെങ്കിലും അത് ഭാവിയിൽ വലിയ ദോഷം ചെയ്യുന്ന രീതിയിലേക്കാണ് പോകുന്നത്. അതെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇത്തരം പരിപാടിയൊക്കെ ഒന്ന് ഒഴിവാക്കുക. അപ്പോൾ ഞാൻ ഈ 1-2 കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും ഒരു സൂപ്പർ സ്റ്റാർ ഇമേജ് അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ പദവിക്ക് നിലവിൽ ഉണ്ണിമുകുന്ദൻ അർഹനല്ല എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടും മലയാള സിനിമയിൽ നിലവിൽ കണ്ടുവരുന്ന ഈ ഒരു വർഗീയപരമായിട്ടുള്ള സംഗതിയെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്കറിയാം കുറച്ച് നല്ല രീതിയിൽ നീണ്ടുപോയിട്ടുണ്ടാകും വീഡിയോ, പക്ഷെ ഇത് കുറച്ച് പറയാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറയാൻ വന്ന കാര്യങ്ങൾ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.